الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തു തൗബയിലെ സൂക്തം 66. أعوذ بالله من الشيطان الرجيم. لا تعتذروا قد كفرتم بعد إيمانكم إن نعفو عن طائفة منكم نعذب طائفة بأنهم كانوا مجرمين. لا تعتذروا, നിങ്ങൾ ക്ഷമാപണം ചെയ്യേണ്ടതില്ല, ക്ഷമാപണം നടത്തേണ്ട, മാപ്പ് ചോദിക്കേണ്ട. ഖദ് കഫർത്തും, നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്, ബഅദ ഈമാനിക്കും, വിശ്വാസത്തിനു ശേഷം. ഇൻ നഅഫു, നാം മാപ്പ് നൽകിയാൽ, അൻ ത്വാഇഫത്തിൻ മിൻകും, നിങ്ങളിൽ നിന്ന് ഒരു കൂട്ടർക്ക്, നുഅദ്ദിബു ത്വാഇഫത്തൻ, മറ്റൊരു കൂട്ടരെ നമ്മൾ ശിക്ഷിക്കും. ബി അന്നഹും, കാരണം അവർ, തീർച്ചയായും അവർ, കാനു മുജ്രിമീൻ, അവർ കുറ്റവാളികൾ തന്നെയാണ്, മാപ്പർഹിക്കാത്ത കുറ്റവാളികളാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. ലാ തഅ്തദിറു, നിങ്ങൾ ക്ഷമാപണം നടത്തേണ്ട. ഖദ് കഫർത്തും ബഅദ ഈമാനിക്കും, നിങ്ങൾ വിശ്വാസത്തിനു ശേഷം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഇൻ നഅഫു, നാം മാപ്പ് നൽകിയാൽ, അൻ ത്വാഇഫത്തിൻ മിൻകും, നിങ്ങളിലെ ഒരു കൂട്ടർക്ക്, നുഅദ്ദിബ്, നാം ശിക്ഷിക്കും, ത്വാഇഫത്തൻ, മറ്റൊരു വിഭാഗത്തെ. ത്വാഇഫത്തൻ ബി ഓതുമ്പോൾ അവിടെ ഒരു ചെറിയ മീം ഇങ്ങനെ ഇട്ടിട്ടില്ല, അപ്പോൾ അവിടെ ത്വാഇഫത്തൻ എന്നുള്ള തൻവീൻ്റെ ഉച്ചാരണം അല്ല കേൾക്കുക, മീമിൻ്റെ ഉച്ചാരണമാണ് കേൾക്കുക. ത്വാഇഫത്തൻ ബി അന്നഹും, കാരണം അവർ, ബി അന്നഹും, അവർ, കാനു മുജ്രിമീൻ, അവർ കുറ്റവാളികളാകുന്നു. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, തബൂക്ക് യുദ്ധത്തിൻ്റെ നിരൂപണമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ യുദ്ധത്തിന് പോകാതിരുന്ന ആൾക്കാരുണ്ട്, യുദ്ധത്തിന് മനമില്ലാ മനസ്സോടെ പുറപ്പെട്ടവരുണ്ട്. ഇവരൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് റസൂലിൽ നിന്ന്, ഭൗതിക ശിക്ഷയിൽ നിന്ന്, ആക്ഷേപങ്ങളിൽ നിന്നൊക്കെ മോചനം നേടുകയാണ് ചെയ്തത്. മുനാഫിഖീങ്ങളൊക്കെ അങ്ങനെ തന്നെ. പോകാതിരുന്നവരും മനസ്സില്ലാ മനസ്സോടെ പോയിട്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഉപദ്രവം വരുത്തി വെച്ചവരൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ട്. മടങ്ങി വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ നോക്കിയവരടക്കം. അവരൊക്കെ ഓരോരോ കാരണം പറഞ്ഞു. പലരും അങ്ങനെയാണല്ലോ, ഒരു സംഭവം ഉണ്ടായ 2-3 തരത്തിലാണ് അവരതിനെ, ഈ കുറ്റവാളികൾ തന്നെ വിലയിരുത്തുക. ഒന്നുകിൽ അവരൊന്ന് മാപ്പം ചെയ്തത് ശരി തന്നെയാണ്, അതിൽ മാപ്പ് ചോദിക്കാനൊന്നുമില്ല, ചെയ്തത് തെറ്റായിരിക്കും, കുറ്റമായിരിക്കും, എന്നാലും അതിനെ ന്യായീകരിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് തെറ്റ് ചെയ്താൽ അതിനെ ന്യായീകരിക്കാൻ ഒരു വകുപ്പുമില്ല. അത് അള്ളാഹിനോട് ഏറ്റുപറയുന്നേ മാർക്കുള്ളൂ. തെറ്റാണെന്ന് ബോധ്യമായി ഏറ്റുപറയുക, മാപ്പ് ചെയ്യും. പക്ഷെ അവർ ന്യായീകരിക്കും. അങ്ങനെ ഒരു വിഭാഗം. വേറൊരു വിഭാഗം ചെയ്തത് തെറ്റന്നെയാണ് എന്ന് സമ്മതിക്കും, മാപ്പ് ചോദിക്കും. അങ്ങനെയുണ്ടൊരു വിഭാഗം. ന്യായീകരിക്കുന്നവരുണ്ട്, തെറ്റാണെന്ന് സമ്മതിക്കാത്തവരുണ്ട്. തെറ്റാണെന്ന് സമ്മതിക്കൂല, അങ്ങനെ അതാണ് ന്യായീകരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് അവർ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ചിലവരൊക്കെ ഒറ്റപ്പെട്ട ചില ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പല കാരണങ്ങളും പറയും. ഉദ്റ് പറയുക പറഞ്ഞാൽ ഒരു പ്രതിബന്ധം, ഇന്നതായിരുന്നു തടസ്സം എന്ന് പറയാം. അതാണ് ഇവിടെ ലാ തഅ്തദിറു. അങ്ങനെ ഓരോരോ പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ ഓരോ തടസ്സങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ മാപ്പൊന്നും ചോദിക്കണ്ട. ഖദ് കഫർത്തും, നിങ്ങൾ കാഫിറുകളായി, ബഅദ ഈമാനിക്കും, വിശ്വാസത്തിനു ശേഷം. അതാണ് ഉണ്ടായത്. എന്താണ് മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ? അപ്പോൾ അവർ യഥാർത്ഥത്തിൽ കാഫിറുകളാണ്. ഇൻ അഫു, അഫുവ് നൽകുക. അഫുവ് എന്നുള്ള വാക്യം നമുക്കറിയാമല്ലോ.
അഫുവ് എന്നുള്ളത് അള്ളാൻ്റെ ഒരു പര്യായമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അഫു നമ്മൾ മാപ്പ് നൽകിയാലും അൻ ത്വായിഫത്തിൻ മിൻകും നിങ്ങളിലുള്ള ഒരു വിഭാഗത്തിന്, അപ്പോൾ ആത്മാർത്ഥമായി ഖേദിച്ച് പറ്റിയത് മഹാ അബദ്ധമായിപ്പോയി, ചെയ്യാൻ പാടില്ലാത്തതായിപ്പോയി എന്ന് മനസ്സറിഞ്ഞ് പശ്ചാത്തപിക്കുകയും ആ നിലപാടിൽ നിന്ന് പിന്തിരിഞ്ഞ് ആത്മാർത്ഥമായി ഇഖ്ലാസോട് കൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത അവരുടെ മാപ്പ് അള്ളാഹ് സ്വീകരിക്കും. അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഈ കാപട്യത്തിൽ നിന്നാവട്ടെ കുഫറിൽ നിന്നാവട്ടെ നിഷ്കളങ്കമായി തൗബ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കും. അപ്പം അങ്ങനെ ഒരു കൂട്ടർക്ക് നമ്മൾ മാപ്പ് കൊടുക്കും തന്നെ വെക്കുക. അങ്ങനെയുള്ള ആൾക്കാരും കൂട്ടത്തിലുണ്ട്. പല ആൾക്കാരും അതിൽ നിന്ന് നിഫാക്കിൽ നിന്ന് പിന്മാറിയിട്ട് സത്യമതത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാലും നുഅദ്ദിബ് ത്വായിഫത്തൻ ഒരു സംഘത്തെ നമ്മൾ ശിക്ഷിക്കും. മാപ്പർഹിക്കാത്ത കുറ്റം ചെയ്തവരാണവർ. അതാണ് പിന്നെ പറയുന്നത് നുഅദ്ദിബ് ത്വായിഫത്തൻ ബി അന്നഹും, കാരണം അവർ തീർച്ചയായും അവർ കാനു മുജ്രിമീൻ, മുജിരിം അജ്റമ യുജ്രിമു, ഇജ്റാം എന്ന കൊടും കുറ്റം ചെയ്യുന്നതിനാണ് പറയുക. ഇവിടെ അവർ കുറ്റവാളികളാണെന്ന് പറഞ്ഞാൽ മാപ്പർഹിക്കാത്ത കുറ്റവാളികളാണ്. അത്രയും വലിയ ദ്രോഹമാണ് അവർ അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ ദൂതനോടും മുസ്ലിം സംഘത്തോടും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നാം അവർക്ക് മാപ്പ് കൊടുക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഇന്നലെയും ഇന്നലായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹുവിനെയും അവൻ്റെ ഖുർആനിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കുറിച്ച് അവരുടെ പവിത്രതക്കോ അവരുടെ പരിശുദ്ധിക്കോ നിരക്കാത്ത വിധത്തിലുള്ള യാതൊരു പരാമർശവും നടത്താൻ പാടില്ല. അള്ളാഹുവിനെ പരിഹസിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ദൂതനെ തമാശയ്ക്ക് പോലും പരിഹസിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട് പല ആൾക്കാർ തമാശയാണ് എന്നുള്ളത് മട്ടത്തിൽ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയും. അങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർ. പരിഹാസമാണ് ശരിക്കും. അത് പ്രവാചകനോട് മതി. നമ്മൾ തമ്മിലുണ്ട് മനുഷ്യന്മാർ. ഒരാളെ സംബന്ധിച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ആൾക്കാരുടെ നിന്ന് പറയുക. അത് ചിലപ്പോൾ എന്നെ പറ്റിയ കാര്യങ്ങളെ പറ്റിയ കാര്യം മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് വല്ലാതെ കൊള്ളും. എന്തിനൊക്കെയാണ് കളിയാക്കണത്? എന്തെങ്കിലും എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റിയിട്ടുണ്ടാകും. ആ അബദ്ധം ആരും അറിയരുത് എന്ന് തന്നെ ആയിരിക്കും എൻ്റെ വിചാരം, എൻ്റെ മനസ്സിലുണ്ടാവുക. അത് എൻ്റെ ഒരു സുഹൃത്ത് കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. ഓനത് നാലാൾക്കാരുടെ അടിയിൽ പറയണം. എന്തിനാണ്? മറ്റുള്ളവരെ ചിരിപ്പിക്കുക, എന്നിട്ട് ഇന്ന വഷളാക്കുക. അത് തമാശയല്ല കേട്ടോ. അത് തമാശ അറിയോ? അതിന് തമാശ എന്നല്ല പറയുക, അതിന് പരിഹാസം എന്നാണ് പറയുക. അതും ചെയ്യാൻ പാടില്ല. ഈ തമാശയും അത് നമ്മൾ നല്ലോണം തിരിച്ചറിയണം കേട്ടോ. തമാശയും പരിഹാസവും തമ്മിൽ ഒരു നേരിയ അതിർവരമ്പുണ്ട്, ഒരു വരമ്പുണ്ട്. അത് എൻ്റെ അടുത്ത് പറ്റിയ ഒരു അബദ്ധം ആരും അറിയരുത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാലാളടി പോയിട്ട് പറയാൻ പാടില്ല. എന്തിനാ? എനിക്കിഷ്ടമല്ല. നമുക്കൊക്കെ അങ്ങനെ ഓരോ അബദ്ധങ്ങൾ പറ്റൂല. വാക്കിൽ പറ്റും, പ്രവൃത്തിയിൽ പറ്റും, ഇല്ലേ? നമ്മളെവിടെയെങ്കിലോ ചെറിയ തോതിലോ ചിലപ്പോൾ വഷളാക്കപ്പെടും. അത് കണ്ടതോ കേട്ടതോ അറിഞ്ഞവനോ ആയ ഒരാൾ നാലാളടി പോയിട്ട് പിന്നെ അത് എന്നെ കേൾപ്പിച്ചെന്നെ പറഞ്ഞു ഞാൻ ഉണ്ടാകുമ്പോൾ എന്തിനായി പറയുന്നത്? മറ്റുള്ളവരെ ചിരിപ്പിക്കണം. അത് എൻ്റെ മനസ്സിലത് വേദന ഉണ്ടെന്നോ ആലോചിക്കണില്ല. അതേമാതിരി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആളുകളുടെ വൈകല്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുത്. എനിക്ക് തലയും മുടിയില്ല, അത് വലിയ തമാശയായിട്ട് ആൾക്കാരുടെ മുമ്പിൽ പറയാം. ഈ മുടിയില്ലാത്തവനെ അതിൻ്റെ വേദന അറിയുള്ളൂ. അതൊരു സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണല്ലോ. ഒരാൾക്ക് മൂക്കില്ല എന്ന് വെക്കുക, മൂക്കിൻ്റെ അവിടെ രണ്ട് ഓട്ടയെന്ന് വെക്കുക. അങ്ങനെയുണ്ടല്ലോ ആൾക്കാർ. ഇല്ലാതെ പഠിച്ചിട്ടില്ലേ? അങ്ങനെയില്ലേ ആൾക്കാർ? അത് വെച്ച് കണ്ട ആൾക്കാരടി കളിയാക്കി എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും പറയുങ്ങൾ? ഒരാൾക്കൊരു കണ്ണില്ല എന്ന് വെക്കുക, ഒറ്റ കണ്ണേ ഉള്ളൂ, ഒരു കണ്ണിന് കാഴ്ചയില്ല. ആ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തത് വെച്ചിട്ട് ആൾക്കാരടിയിൽ നിന്ന് എടുത്തു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പറയാൻ പാടുണ്ടോ? ഒരാൾക്കൊരു കയ്യില്ല എന്ന് വെക്കുക, ഒരാൾക്കൊരു കയ്യില്ല. അങ്ങനത്തെ ആൾക്കാർ ധാരാളമല്ലേ? വിരലില്ല. ആൾക്കാരടിയിൽ നിന്ന് ആ വിരലില്ലാത്തതിന് കയ്യില്ലാത്തതിന് പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ ആര് കണക്കൂട്ടിയാൽ മതി? ഒരാളുടെ സൗന്ദര്യത്തിൻ്റെ ലക്ഷണം അയാൾക്ക് ഇല്ലെങ്കിൽ അത് വെച്ചിട്ട് അത് അയാളുടെ മനസ്സിന് ഇഷ്ടമല്ല, പുറമേക്ക് അയാളും ചിരിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ആൾക്കാരെ കളിയാക്കാൻ പാടില്ല. ആൾക്കാരുടെ ന്യൂനതകൾ പറഞ്ഞുകൊണ്ട്, ന്യൂനതകൾ മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തിട്ടുകൊണ്ട്, എനിക്ക് ഉയരമില്ലാത്ത ആൾക്കാരുണ്ടാവും, ഉയരം കൂടിയവരുണ്ടാവും, വണ്ണം കുറഞ്ഞവരുണ്ടാവും, വണ്ണം കൂടിയവരുണ്ടാവും, കറുത്ത നിറമുള്ളവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊരു കറുപ്പ് നിറമുള്ളവരൊരു കളിയാക്കൽ. ഇങ്ങോട്ട് നിൽക്കേ, കാണുന്നില്ല, ഇരുട്ടാണ്. ഈ സാധുവിൻ്റെ ഉള്ളിൽ നമുക്കറിയോ? ഈ സാധു അതിൽ വേദനിക്കുന്നുണ്ട്. കറുപ്പ് നിറന്ന് മോശമൊന്നും അല്ലല്ലോ, അള്ള കൊടുത്തൊരു നിറം തന്നെയാണ്.
അതിൻ്റെ പേരിൽ കളിയാക്കുക. എന്നിട്ട് പറയും ഇത് ചിരിച്ചല്ല, എൻ്റെ പല്ല് മാത്രമേ കാണുള്ളൂ, ബാക്കിയൊക്കെ കറുപ്പ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ കേട്ടില്ലേ? എന്നിട്ട് അയാൾ സ്വയം പരിഹാസ്യനാവും. അയാൾ തന്നെ ചിലപ്പോൾ സ്വന്തത്തെ പരിഹസിക്കും. എൻ്റെ പല്ല് മാത്രമേ കാണുള്ളൂ, ബാക്കിയൊക്കെ കറുത്തിട്ടാണല്ലോ എന്ന് അയാൾ തന്നെ ചിലപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്ന് പറയും. അതെന്തിനാ? അയാൾ സ്വയം ചെറുതാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ നിറത്തിൻ്റെ പേരിൽ, ഒരാൾക്ക് തലമുടി ഇല്ലാത്തതിൻ്റെ പേരിൽ, ഒരാൾക്ക് താടി രോമങ്ങൾ, ചില ആൾക്കാർക്ക് താടി രോമങ്ങൾ മുളക്കൂല, ആണുങ്ങൾക്ക് തന്നെ ഉണ്ട്, അതിന് കളിയാക്കുക. കണ്ണിന് പുരികല്ലാത്തവർ. ഇതൊന്നും പ്രിയമുള്ളവരെ തമാശയാണ് എന്നുള്ള മട്ടിൽ അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കുമാറ് നമ്മൾ ബോധമുള്ളവർ പറയരുത്. അയാളുടെ മനസ്സിന് വേദന ഉണ്ടാക്കിയാൽ അത് കുറ്റമാവില്ലേ? അയാളുടെ മനസ്സിനത് വേദന ഉണ്ടായി എന്ന് വെക്കുക. ചിലപ്പോൾ അയാൾ ചിരിച്ചിട്ടുണ്ടാവും, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. അത് ചിരി എന്നല്ല പറയുക, അതൊരു എന്നാളൊരു ചിരി ഉണ്ടല്ലോ. അത് അള്ളാഹിൻ്റെ റസൂലിനെ സംബന്ധിച്ചാകുമ്പോഴോ, അള്ളാഹിനെ സംബന്ധിച്ച് തന്നെ ആകുമ്പോഴോ, അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിനെയാണ് ബടി നമ്മൾ കളിയാക്കണേ, പരിഹസി തമാശ എന്നുള്ള പട്ടി. ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണണം. അള്ളാഹുവിൻ്റെ റസൂലിനെ കളിയാക്കാൻ പാടില്ല, അള്ളാഹുവിൻ്റെ ഖുർആനിനെ പരിഹസിക്കാൻ പാടില്ല, തമാശയായി പോലും പറയാൻ പാടില്ല. അങ്ങനെ തമാശ പോലും കാര്യമായി മാറുന്ന പല സംഗതികളുണ്ട്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ ഞാൻ എൻ്റെ സഹോദരന്മാരുമായി പങ്കുവച്ചതാണ്. നമ്മളുടെ നിലപാടിനെ പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ട്. ലാ തഅ്തദിറൂ, നിങ്ങൾ ഉദ്ർ പറയണ്ട, കാരണം ബോധിപ്പിക്കണ്ട, അല്ലെങ്കിൽ മാപ്പിന് അപേക്ഷിക്കണ്ട, അല്ലെങ്കിൽ ക്ഷമാപണം നടത്തേണ്ടതില്ല എന്നൊക്കെ അതിനർത്ഥം പറയാം. ഖദ് കഫർത്തും, തീർച്ചയായും നിങ്ങൾ കാഫറുകളായി നിഷേധിച്ചു, ബഅദ ഈമാനിക്കും, വിശ്വാസത്തിനു ശേഷം. ഇൻ അഅഫു അൻ ത്വായിഫത്തിൻ മിൻകും, ത്വായിഫത്ത് പറഞ്ഞാൽ ഒരു വിഭാഗം, നിങ്ങളിലെ ഒരു വിഭാഗത്തിന് നമ്മൾ അഫുവ് നൽകിയാൽ, ഇൻ അഅഫു നമ്മൾ അഫുവ് മാപ്പ് നൽകിയാൽ, മുഅദ്ദിബു ത്വായിഫത്തൻ മറ്റൊരു സംഘത്തെ നമ്മൾ ശിക്ഷിക്കും, മാപ്പ് നൽകിയാലും ശിക്ഷിക്കും എന്നാണ് സൂചന. ബി അന്നഹും, കാരണം നിശ്ചയമായും അവർ ഖൗമുൻ മുജ്രിം കാനു, ബി അന്നഹും കാനു മുജ്രിമീൻ, അവർ കുറ്റവാളികളായ. എങ്ങനത്തെ കുറ്റവാളികൾ? നമ്മൾ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാപ്പില്ല അവർക്ക് എന്ന്, മാപ്പ് നൽകപ്പെടാത്ത, മാപ്പ് അർഹിക്കാത്ത കുറ്റവാളികളാകുന്നു അവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹ് എല്ലാവിധ നിഫാഖിൽ നിന്നും ഞങ്ങളെ നീ കാക്കുമാറാകണേ. അള്ളാഹ് നിഫാഖിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുകയാണ്. രക്ഷിതാവേ, മാപ്പർഹിക്കപ്പെടാത്ത, മാപ്പ് നൽകപ്പെടാത്ത കുറ്റവാളികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.